സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരിയാക്കേണ്ടതിന് ഇറങ്ങി പുറപ്പെട്ട ഒരു വീട്ടുടയവനോട് സദൃശം. 6 മണി നേരത്തും 9 മണി നേരത്തും ഒരു വെള്ളിക്കാശ് പറഞ്ഞുത്തിട്ട് അവർ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കാക്കി. വീണ്ടും ആ വീട്ടുടയവൻ ചെല്ലുമ്പോൾ ചന്തസ്ഥലത്ത് മിനക്കെട്ട് നിൽക്കുന്ന ചിലരെ കണ്ടു. അവരെയും തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്കായി പറഞ്ഞയച്ചു. 11 മണി നേരത്തും ചിലർ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. എന്നാൽ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്ത വേലക്കാർക്ക് കൂലി കൊടുക്കേണ്ടതിന് തൻ്റെ മേൽവിചാരകനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവർ മുൻപന്മാർ തുടങ്ങി പിൻപന്മാർ വരെയും എല്ലാവർക്കും കൂലി കൊടുത്തു. എന്നാൽ പിൻപന്മാർക്ക് ആദ്യം കൂലി കൊടുക്കുമ്പോൾ മുൻപന്മാർ വിചാരിച്ചു തങ്ങൾക്ക് ഏറെ അധികം കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ മുൻപന്മാർ കൂലി വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവർ കൂലി വാങ്ങിച്ചതിന് ശേഷം യജമാനനോട് പിറുപിറുത്തു. അവർ പറഞ്ഞു, പകൽ വെയിൽ മുഴുവൻ കൊണ്ട് അധ്വാനിച്ച ഞങ്ങൾക്ക് നൽകിയതുപോലെ തന്നെ പിൻപന്മാർക്കും കൊടുത്തതെന്ത്? ആ യജമാനൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അന്യായമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ നല്ല വിചാരകനായതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞൊത്ത കൂലി ഞാൻ നിങ്ങൾക്ക് തന്നു. എന്നാൽ നിങ്ങൾക്ക് തന്ന അതേ കൂലി പിൻപന്മാർക്കും കൊടുക്കുവാൻ എനിക്ക് അവകാശമില്ലയോ? ഞാൻ എൻ്റെ നന്മയിൽ നിന്നാണ് അവർക്ക് കൊടുത്തത്, അതിനുള്ള അവകാശം എനിക്കില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു വീട്ടുടയവൻ. ഈ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇത് 11 മണി നേരമായിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ 11 മണി നേരത്ത് കർത്താവ് വേലക്കാരെ വിളിച്ച് ആക്കിയിരിക്കുക തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ, തൻ്റെ വയലിൽ. മുൻപന്മാർക്ക് പിൻപന്മാർക്ക് ലഭിച്ചതുപോലെ തുല്യമായ അവകാശമായതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പിൻപന്മാർ വളരെ ചുരുക്കം സമയം മാത്രം വേല ചെയ്യേണ്ട ഒരു സമയത്തേക്ക് എത്തിയിരിക്കുന്നു. വളരെ സ്മാർട്ടായിട്ട്, വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് അധ്വാനിക്കുന്ന രീതിയിലേക്ക് പിൻപന്മാർ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ആയതിനാൽ ഇപ്പോൾ നമ്മൾ ന്യൂസ് വായിക്കാനിടയായി, അനേക ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസ് പോപ്പ് കാത്തലിക്കിൽ ഉള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കതും മുസ്ലിം സംബന്ധമായ വിഷയങ്ങൾ, റെഫ്യൂജീസിനെ കയറ്റുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പല രാജ്യങ്ങളോടും കയർക്കുവാനിടയായിട്ട് അവർക്ക് വിരോധമായി. ഈവൻ ഡൊണാൾഡ് ട്രംപിനോട് പോലും അദ്ദേഹം ക്രിസ്ത്യാനിയല്ലെന്ന് പോലും പറഞ്ഞ് ലോകത്തുള്ള സകല കാത്തലിക്സിനെയും അവരിൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നാം ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്, എതിർക്രിസ്തുവിൻ്റെ കാലത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. കാരണം മുൻ സാമ്രാജ്യത്വ ഭരണാധികാരികൾ ആ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് മറ്റൊരു സാമ്രാജ്യത്വ ശക്തിയായി ലോകത്തെ മുഴുവൻ ഭരിക്കേണ്ടതിന് എഴുന്നേൽക്കുമെന്ന്, സാത്താന്യ ഭരണകൂടത്തിലേക്ക് വരുമെന്ന് നാം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഭരണ സംവിധാനത്തിലേക്ക് അസീറിയ, ഈജിപ്റ്റ്, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ, സാമ്രാജ്യത്വ ശക്തികളെല്ലാം കൂടി ഒരുമിച്ച് ചേരണമെങ്കിൽ ഇറ്റലിയും കൂടി, വത്തിക്കാൻ കൂടി അതിൻ്റെ കൂടെ ചേരണം. എന്നാൽ മാത്രമേ ആ ഭരണ സാഹചര്യത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ടുകൊണ്ട് തിരുവെഴുത്ത് നാം വായിക്കുമ്പോൾ ഈ സാഹചര്യത്തെ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ അത്തി തളുക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വേനലെടുത്തു എന്ന് ചിന്തിച്ചുകൊള്ളുവിൻ. ആ ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു.
അത്തി തളർത്തു. ലോകരാജ്യങ്ങളെല്ലാവരും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ലോകത്തിലെ സമാധാനത്തെ കെടുത്തുന്ന രാജ്യങ്ങളെ അതിന് വിരോധമായിട്ട് ട്രംപ് ഭരണാധികാരി ലോകരാജ്യങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് അതിന് വിരോധമായിട്ട് എഴുന്നേൽക്കുമ്പോൾ കാത്തലിക് ക്രിസ്ത്യാനികളുടെ അധിപനായിരിക്കുന്ന എന്ന് നാം മനസ്സിലാക്കുന്ന പോപ്പ് പോലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് തങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള തങ്ങളുടെ ആടുകളെ ചിതറിച്ച് കളയുന്ന സാഹചര്യത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം തിരിച്ചറിഞ്ഞുകൊള്ളുക, മറ്റൊരു സാമ്രാജ്യത്വ ശക്തി എഴുന്നേൽക്കാനുള്ള സമയമായി. 11-ാം മണി നേരമായി. നാം വേഗത്തിൽ അധ്വാനിച്ചാൽ ഒരു വലിയ സമൂഹം, ഒരു വലിയൊരു കൂട്ടം ജനത്തെ കർത്താവിൻ്റെ നിത്യതയിലേക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ പറ്റുന്ന 11-ാം മണി നേരത്തിൽ നാം അധ്വാനിക്കുക. അതിനായി സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പുതിയൊരു സാമ്രാജ്യത്വ ശക്തി വരുന്നതിന് മുൻപ് വേഗത്തിൽ ഇനി ഒരു രാത്രി പോലും നമുക്ക് അധ്വാനിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടമായിരിക്കുന്നു. രാത്രി കഴിയാറായി, പകലോടടുത്തുപോയി. നീതിസൂര്യനായ യേശുക്രിസ്തു വാനമേഘത്തിൽ വന്ന് നമ്മെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ സാത്താൻ്റെ ശക്തിക്ക് വിരോധമായി, ഈ സാത്താന്യ ത്രിത്വത്തിന് വിരോധമായി, ഈ സാമ്രാജ്യത്വ ശക്തിക്ക് വിരോധമായി കർത്താവ് വാനമേഘത്തിൽ വരാൻ സമയമായി. നാം അതിനായിട്ട് ഒരുങ്ങുക, അനേകരെ അതിനായിട്ട് ഒരുക്കുക. ഈ 11-ാം മണി നേരത്ത് നാം അധ്വാനിക്കുക. അതിനുള്ള പ്രതിഫലം വാങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങിക്കേണ്ട സമയത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. അതിനായി ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിച്ചു കൊള്ളുവീൻ.